ഒരു മനുഷ്യൻ ശരാശരി എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് അറിയോ? ഏകദേശം 30,000 ദിവസം. അത്രയേ ഉള്ളൂ. ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ്. ചുരുങ്ങിയ കാലം മാത്രമേ നമ്മളൊക്കെ ഈ ലോകത്തുണ്ടാകൂ. എന്നിട്ടും ചിലർ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അവർ ഇൻഫിനിറ്റ് ആയിട്ട് അല്ല അനന്തമായിട്ട് ഇവിടെ അവർക്ക് ജീവിക്കാൻ സമയമുണ്ടെന്ന്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 30 വയസ്സ് പ്രായം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ 30,000 നിന്ന് നിങ്ങൾ ഓൾറെഡി 11,000 ദിവസങ്ങൾ ജീവിച്ചു കഴിഞ്ഞു. അത് പോയി. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നമുക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ പറയും ഞാൻ ഒരു ദിവസം ചെയ്യും. എന്നാണ് ആ ദിവസം ബ്രോ? ഈ ഒരു ദിവസം എന്നുള്ളതുണ്ടല്ലോ ഒരു ഡേഞ്ചറസ് ആയ അപകടകരമായ ഒരു വാക്കാണ്. കേൾക്കുമ്പോൾ പറയുമ്പോൾ നിരുപദ്രവകാരിയാണെന്ന് തോന്നുമെങ്കിലും അതൊരു ഡേഞ്ചറസ് വാക്കാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആക്കാനുള്ള ഏറ്റവും എഫക്റ്റീവ് ഒരു വഴിയും കൂടിയാണ് ഈ വാക്ക്. അടുത്ത കുറച്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ സമയം എങ്ങനെ ശരിയായി ഉപയോഗിക്കാം, എങ്ങനെ സക്സസ്ഫുള്ളായി ഉപയോഗിക്കാം, തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള പശ്ചാത്താപമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കേൾക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്ന എല്ലാം. ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് പറയാനുള്ളതാണ് സമയത്തിൻ്റെ മനഃശാസ്ത്രം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വേനലാവധിക്ക് സ്കൂളൊക്കെ പൂട്ടില്ല. അപ്പം നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ കളിച്ചെടുക്കും, അല്ലേ? സമയം ഒരുപാടുണ്ടെന്ന് നമുക്ക് തോന്നും. ഒരു ദിവസമൊക്കെ ഒരാഴ്ചയുടെ നീളമുള്ളതായിട്ട് തോന്നും. എന്നാൽ ഇപ്പോഴോ കൊല്ലങ്ങളൊക്കെ ഒരു മാസം പോണ പോലെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. 2 മാസം കഴിഞ്ഞാൽ ഈ കൊല്ലം കഴിഞ്ഞു. ഈ കൊല്ലത്തെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ട് 2 മാസം പോലും കഴിയാത്ത പോലെ തോന്നുന്നത്. ഈ തോന്നൽ നമ്മൾ ഭാവനയൊന്നുമല്ല. ഇതിനെയാണ് ടൈം പെർസെപ്ഷൻ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിന് സമയം അളക്കുന്നത് പുതിയ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമൊക്കെ പുതിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സമയം പതുക്കെയാണ് പോകുന്നതെന്ന് തോന്നും. എന്നാലോ ഒരേ റൂട്ടീൻ അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ സമയം നല്ല ഫാസ്റ്റായിട്ട് പോകും. ഒരേ ബ്രേക്ക്ഫാസ്റ്റ്, ഒരേ യാത്ര, ഡെയിലി ഒരേ ആക്ടിവിറ്റി, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നിർത്തും. ഈ വിമാനങ്ങളൊക്കെ ഓട്ടോ പൈലറ്റ് പോകുന്ന പോലെയാണ് നമ്മൾ ജീവിക്കുക. പിന്നെ ടൈം ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുക. മലയാളത്തിൽ ഇപ്പം സമയാന്തത എന്നൊക്കെ പറയാം. ജീവിതത്തിൽ സംഭവിക്കുന്നത് നോട്ടീസ് ചെയ്യുന്നത് ബ്രെയിന് നിർത്തും. ഇനി ഈ അവസ്ഥ എങ്ങനെ മറികടക്കാം? സിമ്പിളാണ്. ജീവിതത്തിൽ പുതുമകൾ സൃഷ്ടിക്കുക. ഉദാഹരണത്തിന് വീട്ടിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ട് മാറ്റി വേറെ വഴിക്ക് പോവുക. പുതിയൊരു സ്കില്ല് പഠിക്കുക. പരിചയമില്ലാത്തൊരാളോട് പോയി സംസാരിക്കുക. കാരണമൊന്നും വേണ്ട, പറയാം നല്ല മഴയാണല്ലേ, അല്ലെങ്കിൽ പറയാം നല്ല ചൂടാണല്ലേ. ഓരോ പുതിയ എക്സ്പീരിയൻസും നമ്മുടെ ബ്രെയിനിനെ വീണ്ടും ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതം കൂടുതൽ ദൈർഘ്യമുള്ളതും അർത്ഥപൂർണ്ണമായി മാറുന്നു. ഓർക്കുക, നമ്മൾക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. എന്നാൽ ഒരു വർഷത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റും ചെയ്യും. ഒരു സംഭവം ചെയ്യുന്നതിൻ്റെ തീവ്രത അല്ല, അതിൻ്റെ സ്ഥിരതയാണ് എല്ലാം മാറ്റുന്നത്. അടുത്ത അധ്യായമാണ് ദ ഡെത്ത് ബെഡ് ടെസ്റ്റ്. മിക്ക ആളുകളും തിരക്കിലായിരിക്കുക എന്നതും പ്രൊഡക്റ്റീവ് ആയിരിക്കുക എന്നതും കൂടി കൺഫ്യൂസ്ഡ് ആകും. അവരുടെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ നിറഞ്ഞായിരിക്കും. ഇമെയിൽ, മീറ്റിംഗ്, നോട്ടിഫിക്കേഷൻ, ടാർഗറ്റ്, അങ്ങനെ. എന്നിട്ട് അവർ ഇതിനെ ലൈഫ് എന്ന് വിളിക്കും. ഇപ്പം ഇങ്ങനെ സങ്കല്പിക്കുക, നിങ്ങൾക്കിപ്പം 90 വയസ്സായി. നിങ്ങൾ നിങ്ങളുടെ ബെഡിൽ കിടന്ന് കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ജോലിസ്ഥലത്ത് ചിലവാക്കിയ അധിക മണിക്കൂറിനെ പറ്റി, അല്ലെങ്കിൽ അന്ന് കിട്ടിയ ഓവർ ടൈമിനെ പറ്റി, അല്ലെങ്കിൽ കിട്ടാതിരുന്ന ഓവർ ടൈമിനെ പറ്റി ആണ് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുക. അല്ലെങ്കിൽ അന്ന് ഫാമിലിയുടെ കൂടെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും ജോലി തിരക്ക് മൂലം പോകാൻ പറ്റാതെ അത് മിസ് ചെയ്ത് ഓർത്തിട്ടാണോ? അതിൻ്റെ ഉത്തരം നിങ്ങളുടെ മുൻഗണനകൾ വ്യക്തമായി തരുന്നതാണ്. സക്സസ്ഫുള്ളായ ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന റൂളുണ്ട്. എന്താ പറയുന്നത്? എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നതിനേക്കാൾ ഏറ്റവും വിലപ്പെട്ടത്, മൂല്യമേറിയത് എന്താണ് ചെയ്യേണ്ടാത്തത് എന്നറിയുന്നതാണെന്ന്. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ 1, 2, 3 എന്ന് നമ്പർ ഇട്ട് എഴുതുക. എന്നിട്ട് ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സർക്കിൾ ചെയ്യുക. അതാണ് ശരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ അവോയ്ഡ് ലിസ്റ്റ്, ഒഴിവാക്കാനുള്ള ലിസ്റ്റ്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാലത്തും നിങ്ങളുടെ ലൈഫിന് മൂല്യം തരുന്ന കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ശരിയായ പ്രയോറിറ്റീസ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കാലക്രമേണ ഇരട്ടിക്കുന്നു. അത് നമ്മുടെ ലൈഫിന് കൂടുതൽ അർത്ഥം തരുന്നു. അടുത്ത ചാപ്റ്ററാണ് റിലേഷൻഷിപ്പ് ഈസ് എ റിയൽ കറൻസി. ബന്ധങ്ങൾ പ്രവർത്തിക്കുന്നത് ബാങ്കുകൾ പോലെയാണ്. എങ്ങനെയാണെന്നല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഓരോ ആശയവിനിമയം ഒന്നുകിൽ നിക്ഷേപമാണ്, അല്ലെങ്കിൽ വിഡ്രോവൽ, പിൻവലിക്കലാണ്. ഇഷ്ടപ്പെട്ടവർ കൊടുക്കുന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിനന്ദനം, അതൊരു ഡിപ്പോസിറ്റാണ്. എന്നാൽ വൈകി വീട്ടിൽ വരിക എന്നത് വിഡ്രോവലാണ്. ശരിക്കുള്ള ബാങ്കുകളെ പോലെ തന്നെ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്താലേ വിഡ്രോ ചെയ്യാൻ പറ്റും. ബാലൻസ് 0 ആണെങ്കിൽ വിഡ്രോ ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. വലിയ വലിയ ജസ്റ്റേഴ്സ് ഒന്നുമല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളാണ്. എപ്പോഴെങ്കിലും ഒരു മെസ്സേജ്, ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ടോ എന്ന് പറഞ്ഞൊരു മെസ്സേജ്, അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യം ഓർത്തിരിക്കുക.
അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അവർക്കൊപ്പം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇവിടെയുള്ളൊരു വൈരുദ്ധ്യം എന്താണെന്നറിയോ? ഒരുമിച്ച് പങ്കിട്ട ആനന്ദത്തെക്കാൾ ഒരുമിച്ച് പങ്കിട്ട കഷ്ടപ്പാടുകളാണ് പോലും ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുക. സമയം കൊണ്ട് സമ്പന്നനാവാനുള്ള ഏക മാർഗം അത് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുക എന്നാണ്. അടുത്തൊരു ചാപ്റ്ററാണ് ജോലിയും അതിൻ്റെ പർപ്പസും. നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അവസരങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിലല്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിടത്ത് നിന്ന് ഒരു ചുവട് ദൂരം മാത്രമായിരിക്കും. മിക്ക ആളുകളും പറയും, ഞാൻ എൻ്റെ ലൈനിൽ മാത്രം നിൽക്കും, അതിലൂടെ മാത്രമേ പോകുമെന്ന്. അവിടെയാണ് മിക്കവരുടെയും കരിയർ മരിക്കുന്നത്. കരിയറിൻ്റെ തുടക്കത്തിൽ ഒരിക്കലും പണത്തിനായിട്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഒപ്റ്റിമൈസ് ചെയ്യരുത്. പഠനത്തിനായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. നിങ്ങൾ നേടുന്ന ഓരോ പുതിയ സ്കില്ലും ഭാവിയിലെ അവസരങ്ങൾക്കായുള്ള ഒരു ലോട്ടറി ടിക്കറ്റാണെന്ന് പറയും. എനിക്ക് 20 വയസ്സുണ്ടാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കുവൈത്തിൽ പോകുന്നത്. ഒരു പ്രസ്സിലായിരുന്നു എൻ്റെ ജോലി. പക്ഷേ രാത്രി സ്പോൺസർ വീട്ടിൽ കുറച്ച് പണിയുണ്ടാകും. പണി എന്താണെന്ന് വെച്ചാൽ അവിടെ വീട്ടിലൊരു ദിവാനയുണ്ട്. ദിവാന എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വന്നിരുന്ന് സോറ പറഞ്ഞിരിക്കുന്ന സ്ഥലം. അവിടെ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്നവർക്ക് ചായയും ഗവയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഗവ എന്ന് പറഞ്ഞാൽ നമ്മളെ അറബികൾ കൊടുക്കുന്ന ഒരു പാനീയമാണ്. ഗ്ലാസ്സിൽ ഇത്തിരി ഒഴിച്ചിട്ട് അതും കുടിച്ച് ഈത്തപ്പഴം നിന്ന് അവിടെ ഇരിക്കും രാത്രി 11-12 വരെ. ഞാൻ ഏകദേശം 1.5 വർഷം അവിടെ പണിയെടുത്തു. അന്ന് കുറേ കഷ്ടപ്പാടായിട്ട് തോന്നിച്ചെങ്കിലും ഇതിന് ശേഷം എൻ്റെ കരിയറിൽ ഒരുപാട് ഉപയോഗം കിട്ടിയ, ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കില്ല് ഞാൻ പഠിച്ചു, അറബി ഭാഷ. അപ്പോൾ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഷ്ടപ്പാടേയും വെറുതെ ആവില്ല എന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, കരിയർ ലാഡറൊക്കെ മറന്നേക്കുക. ഇപ്പോഴത്തെ കരിയറിനൊക്കെ നിങ്ങൾക്ക് നേരെ കയറണമെന്നൊന്നുമില്ല. സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും ഒരു മൂലയിൽ നിന്നൊക്കെ കയറി വരാം. ചിലപ്പോൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഒന്ന് താഴെ ഇറങ്ങിയാലാവും നിങ്ങൾക്ക് പുരോഗതി കിട്ടുന്നത്. അപ്പോൾ കംഫർട്ട് സോണിൽ പെട്ടുപോകാതെ നല്ല നീക്കങ്ങൾ നടത്തുക. കംഫർട്ട് സോണിൽ നിങ്ങൾ എത്ര കൂടുതൽ നിൽക്കുന്നോ അത്ര നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നുന്നു. അടുത്ത ചാപ്റ്ററാണ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, പഠനവും വളർച്ചയും. നിങ്ങൾക്ക് ഒരു കാര്യം പെട്ടെന്ന് പഠിക്കണം, അത് പഠിപ്പിച്ചാൽ മതി. ഇതിന് ടീച്ചർ എഫക്റ്റ് എന്നാണ് പറയുക. ഒരാൾക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആഴത്തിൽ അത് പഠിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഒരു എക്സ്പേർട്ടാവാൻ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പഠിപ്പിക്കാം, ലക്ഷ്യസ്ഥാനത്തിൽ നിന്നല്ല. ജീവചരിത്രങ്ങൾ വായിക്കുക. ഓരോന്നും ആ വായിക്കുന്ന ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഓരോ ലൈഫ് ലെസൺ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാറ്റിലും മികവ് പുലർത്തണം എന്ന ആഗ്രഹം ഒഴിവാക്കുക. ചിലതൊക്കെ തന്ത്രപരമായി മോശമായിരിക്കുക. അത് നിങ്ങളെ ക്യൂരിയസും ക്രിയേറ്റീവും ഒക്കെ ആക്കുന്നു. നിങ്ങളുടെ പരിമിതികളിലൊക്കെ ശരിക്കും പരിമിതികളല്ല, അത് ഇന്നൊവേഷനുള്ള ഫ്യൂവലാണ്, അതിനുള്ള ഇന്ധനമാണ്. അടുത്തൊരു ചാപ്റ്ററാണ് സമ്പത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. പണം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമല്ല, പക്ഷേ സമയമാണ്. ആരും പണം കൊണ്ട് സമ്പന്നരുമെന്നാൽ ജീവിതാനുഭവങ്ങളിൽ പാവപ്പെട്ടവനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം പണിയെടുത്ത് മാസത്തിൽ 50,000 രൂപ സാലറി വാങ്ങുന്നതാണോ, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം ജോലിയും 2 ദിവസം ലീവുമായി 30,000 രൂപ സാലറി വാങ്ങുന്നതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക? നിങ്ങൾ ആ 50,000 കിട്ടാൻ വേണ്ടി 7 ദിവസം പണിയെടുക്കുമ്പോൾ അധിക വരുമാനത്തിനായി നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് ഒബ്ജക്റ്റുകളെ പിന്തുടർന്ന് നിർത്തുക, അനുഭവങ്ങൾ ശേഖരിക്കുക. ഒബ്ജക്റ്റുകളൊക്കെ മങ്ങും കുറേ കഴിയുമ്പോൾ, പക്ഷേ നല്ല അനുഭവങ്ങൾ അതിങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ ലൈഫിന്, ജീവിതാനുഭവങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം യെസ് പറയുക. അടുത്ത ചാപ്റ്ററാണ് ലൈഫ് ഡിസൈൻ. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യമല്ല, അത് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒന്നാണ്. ഒരുപാട് പ്ലാൻ ചെയ്യുമെന്ന് വേണ്ട, ലക്ഷ്യത്തിലേക്ക് അശ്രാന്തമായി പ്രവർത്തിച്ചാൽ മാത്രം മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിജയത്തിൻ്റെ അളവുകോൽ നിങ്ങൾ തന്നെ നിശ്ചയിക്കുക, നിർവചിക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആവാം, അത് ചിലപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യമായിരിക്കാം, ചിലപ്പോൾ സമാധാനമായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ വാല്യൂസുകൾ കൊണ്ട്, മൂല്യങ്ങൾ കൊണ്ട് അളക്കുക. കാരണം അത് വിവേകപൂർവ്വം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും സമയം കടന്നു പോകും. അത് ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. നിങ്ങളുടെ ഹാബിറ്റ്സ്, ശീലങ്ങൾ നിങ്ങളുടെ ദിവസങ്ങളായി മാറുന്നു. നിങ്ങളുടെ ദിവസങ്ങൾ വർഷങ്ങളായി മാറുന്നു. നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതമായി മാറുന്നു. അതുകൊണ്ട് ആ ആദ്യം പറഞ്ഞ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നിർത്തുക. ഇന്ന് മുതൽ തുടങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെടും തോന്നുന്നെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.